പെന്തക്കോസ്തുകാരും കടന്നു പോവുകയല്ല സുഹൃത്തെ. പെന്തക്കോസ്തുകാരും പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാതെ ആരും കടന്നു പോവുകയല്ല. ആരും രക്ഷിക്കപ്പെടുകയല്ല. പരിശുദ്ധ അമ്മ സഹരക്ഷയാണെന്നും പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന യേശുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാവോ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാത്ത ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അതായത് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അമ്മയായ പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാത്ത, അമ്മയെ സ്വീകരിക്കാത്ത, പ്രത്യേകിച്ച് അതെങ്ങനെ ഏറ്റുപറയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് ഏറ്റുപറയാത്ത ഒരുവൻ പോലും രക്ഷ പ്രാപിക്കത്തില്ല എന്നാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ ഓഡിയോ തന്നെ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് സത്യം പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ റെക്കോർഡാണ്. ഒന്ന് പ്രായമുള്ളൊരു അപ്പച്ചനാണ്. ഒത്തിരി സമയങ്ങൾ സംസാരിച്ചിരുന്നു. അവസാന അപ്പച്ചൻ നമ്മൾ പറഞ്ഞ പല ആശയങ്ങളോടും വളരെ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കുകയും ഏറ്റവും ഫൈനലി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അത് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയണമെന്നും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്ത ഒരു അപ്പച്ചനാണ്. ഞാൻ ഓഡിയോ അങ്ങനെ തന്നെ ഒരു ഇതിൽ പബ്ലിഷ് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒത്തിരി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പലപ്പോഴും അദ്ദേഹത്തിന് വന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒത്തിരി പേഴ്സണൽ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. എന്നാൽ ഇതിനു മുമ്പുള്ള ഓഡിയോകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ, കോൾ ഓഡിയോകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും അവർ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ആശയപരമായ ഒരു കാര്യത്തിൽ മാത്രം മുന്നോട്ട് പോയത് കൊണ്ടാണ് അത്തരം ഓഡിയോകൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനിട വന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ കേൾക്കുകയും എന്നാൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ അപ്പച്ചൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായി ഏറ്റുപറയാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, പെന്തക്കോസ്തക്കാരോ പോകത്തില്ല. ഒത്തിരി ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിലും വിദേശത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം എന്ന തരത്തിൽ അനേകമായി ഓടി നടക്കുന്ന ഒത്തിരി പെന്തക്കോസ്തക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ പല പിതാക്കന്മാരും, പ്ലാംപ്ലാനി പിതാവാണെന്ന് തോന്നുന്നു, ഈ പെന്തക്കോസ്തക്കാരെ കുറിച്ച്, അതായത് ഒരു ജംഗ്ഷനിൽ നിന്ന് ചില യുവാക്കന്മാർ പ്രസംഗിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് എനിക്കൊരു കാര്യം ആദ്യമേ മനസ്സിലായി, അതൊരിക്കലും കത്തോലിക്കരല്ല, പെന്തക്കോസ്തക്കാരായിരിക്കും. കാരണം അത്രയും ധൈര്യം ഒരിക്കലും അവർക്ക് ഉണ്ടാകത്തില്ല. അത് ആ പിതാവ് അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഏത് പിതാവാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പിതാവിൻ്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. അപ്പം ഇങ്ങനെ ഇതുപോലെ ജീവൻ ബലി കഴിച്ചും സുവിശേഷം പ്രഘോഷിക്കുന്നവരൊന്നും പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാത്തത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, കടന്നു പോകത്തില്ല എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്നൊരു കാര്യം ഒരു ഡോക്മയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ഇന്ന് നമ്മൾ കൃപാസനത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണ്. കൃപാസനം എന്നൊരു വിഷയം അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് മാതാവാണെന്ന് സഭ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് പ്രത്യക്ഷീകരണങ്ങളിൽ, മരിയൻ അപ്പാരിഷനുകളിൽ ആകെ 4 എണ്ണം മാത്രമാണ് സഭ ഇന്ന് വരെ അംഗീകരിച്ചിരിക്കുന്നത്. അതല്ലാത്ത മറ്റൊന്നും അംഗീകരിച്ചിട്ടില്ല. അതിൽ തന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ 4 അപ്പാരിഷനെ കുറിച്ച് സഭയുടെ പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് ഇതാണ്: ഒരു വിശ്വാസിക്ക് ഈ അപ്പാരിഷൻ വിശ്വസിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം. അതായത് എനിക്ക് നിർബന്ധമില്ല, ഇത് വിശ്വസിച്ചേ പറ്റൂ. പല കാര്യങ്ങളിൽ തമ്മിലുള്ള ഡിഫറൻസ് ഒരു കത്തോലിക്കിനെ സംബന്ധിച്ച് പലപ്പോഴും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് അറിയാതെ പോകുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി മരിയൻ അപ്പാരിഷനെ കുറിച്ച് വിശ്വസിക്കുന്നില്ല, ഞാൻ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ എടുത്ത വഴിക്ക് അവനെ പെന്തക്കോസ്താക്കുകയും അവനെ മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത്. എന്നാൽ സഭയുടെ ഔദ്യോഗിക രീതി ഇത്രയേ ഉള്ളൂ: ഒരു ഡോഗ്മ എന്ന് പറയുന്ന ഒരു കാര്യം വിശ്വസിച്ചില്ലെങ്കിലാണ് അതിൽ പ്രശ്നം വരിക. ഇനി അതല്ലാത്ത ഒരു മരിയൻ അപ്പാരിഷൻ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ മെജുഗോറിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഫാത്തിമയിൽ നടന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വസിക്കുകയോ തള്ളിക്കളയോ ചെയ്യാം. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഒരു വിശ്വാസിയുടെ സ്വാതന്ത്ര്യമാണ്, ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ മാതാവ് സഹരക്ഷകയാണ് എന്ന വിഷയത്തിൽ സത്യത്തിൽ ഇന്ന് വരെ സഭ ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. മാത്രമല്ല പല പിതാക്കന്മാരും പല മാർപ്പാപ്പമാരും അത് സംശയം ഉളവാക്കുന്ന തരത്തിൽ അത് ഡിസ്കഷന് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന ഒരു ടീം, അവര് കാര്യം ഈ മാർപ്പാപ്പയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെ മുദ്രകുത്താനും ഓടിക്കാനും വരുമല്ലോ. പക്ഷേ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന ഇവർ തന്നെ, അതായത് മാതാവ് സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കുന്ന ഇവർ തന്നെ പ്രത്യേകമായി പറയുന്നൊരു കാര്യം, ഇപ്പോഴിരിക്കുന്നത്
ആൻറ്റി പോപ്പാണ്, അതായത് ബ്ലാക്ക് പോപ്പാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന പോപ്പ് ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുന്നവരാണ് അവർ. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വരാൻ. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞ വിഷയം ഇതാണ്: മാതാവ് സഹരക്ഷകയാണ്. മാതാവിനെ ഏറ്റുപറയാത്ത ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം അതല്ല, കർത്താവിന് വേണ്ടി ഏറ്റവും അധികം ഓടിയ ഒരാൾ എത്തുമോ എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം സെയിൻറ്റ് പീറ്റർ ആകട്ടെ, സെയിൻറ്റ് പോൾ ആകട്ടെ, ഇവരൊക്കെ മാതാവിനെ സഹരക്ഷകയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അവർക്കൊന്നും ഇത് അറിയാൻ വേണ്ടിയില്ല. 1854 9 പിയൂസ് പാപ്പയാണ് ആദ്യമായി മാതാവ് അമലോത്ഭവം എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമുള്ള ചില പഠനങ്ങളാണ് മാതാവ് സഹരക്ഷക എന്ന തരത്തിലേക്ക്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പദവി കൊടുത്ത് അതായത് ഒരു മാക്സിമം കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഒരു പദവിയല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അതേ പദവി തന്നെ കൊടുത്ത് ബഹുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ലേ, ഒരാളെ ഇപ്പോൾ നമ്മൾ പട്ടും വളയം അണിയിച്ചു അല്ലെങ്കിൽ പൊന്നാട അണിയിച്ചു, അടുത്ത തവണ കുറച്ചുകൂടി മുകളിലോട്ട് നമ്മൾ കൊടുക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്, പ്രൊഫഷണലി ആളൊരു നേഴ്സാണ്. ആൾ ഓരോ ദിവസവും വീട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവളെ കാണുമ്പോൾ, ഡോക്ടറെ എന്നാണ്ട് വിശേഷം, ഡോക്ടറെ സുഖമാണോ, ഡോക്ടറെ എന്ത് നീ കഴിച്ചോ എന്ന് ഞാൻ അവളെ വിളിച്ച് ഡോക്ടറെ എന്ന് അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ആ അഭിസംബോധന അഭിമാനമായിരിക്കുമോ അതോ അപമാനമായിരിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ദൈവം നൽകിയ അഭിസംബോധനകളും അല്ലെങ്കിൽ ആ പൊസിഷനും അതല്ലാതെ മറ്റെന്ത് കൊടുക്കുന്നതും അത് ശരിക്കും പറഞ്ഞാൽ കളിയാക്കുന്നതിന് തുല്യമാണ്. അതായത് നമ്മളൊരാളെ സാറേ 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 എന്ന്, അദ്ദേഹം ഒരു സാറ് തന്നെ ആകട്ടെ, ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ ആൾക്ക് തന്നെ തോന്നും ഇത് ഇവൻ കളിയാക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു കാര്യം. അതിനേക്കാൾ മോശമായിട്ടാണ് ഇന്ന് യേശുവിൻ്റെ അമ്മയെ സഹരക്ഷക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അമലോത്ഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന അത്ര ബഹുമാനങ്ങൾ കൊടുക്കുന്നതാണെന്നാണ് ഇന്ന് നമ്മുടെ ആളുകൾ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം കൊടുക്കാത്ത പരിവേഷങ്ങൾ നമ്മൾ കൊടുക്കുക. കാരണം അപ്പസ്തോല പ്രവൃത്തിയുടെ 4-ാം അധ്യായം 11 മുതൽ 12 വരെ വാക്യങ്ങൾ: വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞതാ. പത്രോസ് മാതാവിനെ സഹരക്ഷകയായി കണ്ടിരുന്നുവെങ്കിൽ യോഹന്നാനെ ഏൽപ്പിക്കുകയും അതിനുശേഷം ആ സ്ത്രീ സഹരക്ഷകയാണെന്ന് ചിന്തിക്കുകയും അങ്ങനെ ആദിമസഭ തുടങ്ങി ഈ പാരമ്പര്യം ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പത്രോസ് ഈ വാക്യം എങ്ങനെ പറയണമായിരുന്നു? ഇങ്ങനെ പറയണമായിരുന്നു. എങ്ങനെ? വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല, യേശുവിലാണ് രക്ഷ, അതുപോലെ തന്നെ മാതാവിനെ ഏറ്റുപറയുകയും ചെയ്യണം. നമ്മൾ അവിടെ അങ്ങനെ ഒരു വചനം കാണുന്നില്ല. അപ്പസ്തോല പ്രവൃത്തി വ്യക്തമായിട്ട് പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും, അതായത് അവിടെ മാതാവിന്റെ നാമം അവിടെ കാണുന്നില്ല. ഒരൊറ്റ നാമം, യേശുവിൻ്റെ നാമം, ആ നാമമല്ലാതെ മറ്റൊരു നാമം അവിടെ കാണത്തില്ല. ഇത് പറയുമ്പോൾ എല്ലാം കൂടിയും എന്നെ ഇന്ന് ക്രൂശിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രധാന ഒരു വിഷയം, ആദ്യത്തെ എൻ്റെ ചാനലിലെ ആദ്യത്തെ വിഷയങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വ്യൂസൊക്കെ ആവശ്യത്തിനുണ്ട്. പക്ഷേ വ്യൂസിൻ്റെ കമൻറ്റ് ബോക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 30 കമൻറ്റ്, ഒരു 35 കമൻറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കമൻറ്റ് ഇല്ലെങ്കിലും വ്യൂസ് ഉണ്ട്, ആളുകൾ കാണട്ടെ, അതിന് സന്തോഷം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ചില അപ്പസ്തോലന്മാരെന്ന് അറിയപ്പെടുന്നവർ മാതാവിന് കൊടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉടമ്പടി മാതാവ്. ഞാനതിനെ മാതാവായിട്ട് കാണുന്നില്ല. യേശുവിൻ്റെ അമ്മ മാതാവ് അല്ലാതെ ചാരക്കുഞ്ഞമ്മ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കലവൂരുള്ള കൃപാസനം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ആ ഒരു സംഭവത്തെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം യേശുവിൻ്റെ അമ്മയുമായി മാതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് കേരളത്തിലെ ചില ആളുകൾ ചെയ്തു വച്ചിരിക്കുന്ന ചില പ്രവൃത്തിയാണ്. അപ്പോൾ ഈ കുഞ്ഞമ്മയെക്കുറിച്ച്, ഈ ചാരക്കുഞ്ഞമ്മയെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കണം. 500-ലധികം കമൻറ്റുകളാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ദൈവം ആരാണ്? കത്തോലിക്ക നമ്മുടെ ദൈവം ആരാ? ക്രിസ്ത്യാനി നമ്മുടെ ദൈവം ആരാ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതായത് സ്വന്തം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇനി യേശുവിൻ്റെ രൂപം എന്ന് പറയുന്ന താടിക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതും നല്ല വ്യൂസ്, 10-16,000 വ്യൂസ് ഉണ്ട്. അതിൻ്റെ താഴെയും കമൻറ്റ് ബോക്സിൽ നമ്മൾ കാര്യമായ ഒരു കമൻറ്റിൻ്റെ തള്ളിക്കയറ്റം കാണത്തില്ല.
കാരണം അത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ആർക്കും നോവത്തില്ല, ഇവിടുത്തെ കത്തോലിക്കിനും നോവത്തില്ല, ഇവിടുത്തെ ലാറ്റിനും നോവത്തില്ല, ഒരുത്തനും നോവുന്ന ഒരു കാര്യമല്ല. കാരണം അത് യേശുവിനെ കുറിച്ചാണ്. പക്ഷേ മാതാവിനെ കുറിച്ച് എന്ന് വ്യാജേന തരത്തിൽ ഇന്ന് പ്രചരിക്കുന്ന കുഞ്ഞമ്മയെ കുറിച്ച് ഞാനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനിക്കൊക്കെ നൊന്തു. എല്ലാത്തിനും ഭയങ്കരമായി ഹാലിളകി അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കുന്നു, ചീത്ത പറയുന്നു. തെറിയല്ലാത്ത ഒരൊറ്റ കമൻറ്റ് പോലും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലർ വന്നിട്ട് പറയും, അയ്യോ ഞങ്ങളുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഡിലീറ്റ് സംഭവം എന്താണെന്നറിയോ? ആദ്യം ഒരു വാദം പറയും. ഈ വാദത്തിന് താഴെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പിള്ളേർ ഒരുപാട് മറുപടികൾ കൊടുക്കും. മറുപടി കൊടുത്ത് അവർക്ക് തൃപ്തിയായി കഴിയുമ്പോൾ ആദ്യത്തെ കമൻറ്റ് ഒരു ഡിലീറ്റ് ചെയ്യും. അതോടുകൂടി ഈ കമൻറ്റിന് റിപ്ലൈ കൊടുത്ത സകല കമൻറ്റും ഡിലീറ്റ് ആവും. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് മൂങ്ങും, അയ്യോ ഞങ്ങളുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ മുഖം കാണിച്ച് പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ അടിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എൻ്റെ നമ്പർ അടക്കം ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്തിനാണ് നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ ഭയക്കുന്നത്? എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ ഭയക്കുന്നത്? കമൻറ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ ആശയങ്ങൾ വരട്ടെ. ഇനി ആരെങ്കിലും കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്നൊരു വാദം ഉണ്ടെങ്കിൽ ദയവായി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്, ഒന്ന് വിളിക്കി. നിങ്ങളുടെ ആശയം പറഞ്ഞോ. ഞാൻ ആരെയും കടിച്ചു കയറാനൊന്നും വരുന്നില്ലല്ലോ. നിങ്ങളുടെ ആശയം പറയും, നമുക്ക് സംവാദിക്കാം, നമുക്ക് സംസാരിക്കാം. അത് നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ ആശയം ശരിയാണെങ്കിൽ നിങ്ങൾക്കും റെക്കോർഡ് ചെയ്യാമല്ലോ, നിങ്ങൾക്കും തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യാം. എന്നെ നിങ്ങൾക്ക് ആശയത്തിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വീഡിയോകൾ പലതും ഡിലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ്. ഞാനിത് തിരുത്തി പറയാൻ തയ്യാറാണ്. എനിക്കങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല, ഞാൻ ഈ രീതിയിലേ പോകത്തുള്ളൂ. എൻ്റെ വിശ്വാസമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ആ വിശ്വാസം നിങ്ങൾക്ക് തിരുത്താൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾ പറയുന്ന തലത്തിലേക്ക് ഞാൻ കടന്നു വരാൻ തയ്യാറാണ്. എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. പ്രിയമുള്ളവർ, ഈ കമൻറ്റ് ബോക്സിൽ മുഴുവൻ കാണുന്ന ഈ കാര്യമാണ്. കഴിഞ്ഞ ഇത് ഓർക്കുന്നത് ഞാൻ ഇത്ര കാര്യമുള്ളൂ. പണ്ട് 2 അപ്പച്ചന്മാർ, നമ്മുടെ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഉണ്ടല്ലോ, ഒരു അനിൽ കൊടുത്തോട്ടം. ഈ അനിൽ കൊടുത്തോട്ടം എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ടൊരു ഡിബേറ്റിന് പോയി. അപ്പോൾ ഈ ഡിബേറ്റിന് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവുമായിട്ടുള്ള ഡിബേറ്റിൽ നല്ല രീതിയിൽ ഈ അപ്പച്ചന്മാർ സംസാരിച്ച് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനെ രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ആദ്യത്തെ 2-3 സെക്ഷൻ പോയി. 4ാമത്തെ സെക്ഷനിലേക്ക് വന്നപ്പോൾ അനിൽ കൊടുത്തോട്ടം വളരെ ബുദ്ധിപൂർവ്വം മാതാവിൻ്റെ കാര്യത്തിൽ 2-3 കമൻറ്റുകളുണ്ട് പറഞ്ഞു. കുറച്ച് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കമൻറ്റുകൾ. നിങ്ങൾ നോക്കണേ, പെട്ടെന്ന് ഈ വ്യക്തികൾ നേരെ ഡീവിയേറ്റ് ചെയ്ത് അതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ ക്ഷമയൊക്കെ നശിച്ച് കുറച്ചുകൂടെ വൈകാരികമായി ഒരു സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ തിരിച്ച് ഇതേ അനിൽ കൊടുത്തോട്ടം പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. നിങ്ങളുടെ ദൈവം മാതാവാണ്. ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ 3 സെക്ഷനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ വൈകാരികമായില്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല, നിങ്ങളുടെ ശബ്ദം കയറിയില്ല, നിങ്ങൾ ഇമോഷനായില്ല. പക്ഷേ ഇതാ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇമോഷനായി. കറക്റ്റായി ക്രിസ്ത്യാനിയുടെ, പ്രത്യേകിച്ച് കത്തോലിക്കൻ്റെ വൈകാരിക തലത്തുമ്മേ അനിൽ കൊടുത്തോട്ടം എന്ന പാസ്റ്റർ ഒന്ന് മാന്തി കഴിഞ്ഞപ്പോൾ ഇതാ ഐറ്റം പുറത്തു വന്നു. ഇന്ന് ഈ വീഡിയോൻ്റെ കമൻറ്റിലും പ്രത്യേകിച്ച് വേറൊന്നും വരാനില്ല, ഇതേ കാര്യങ്ങൾ തന്നെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യത്തിൽ നിന്നും പുറത്തു പോകാൻ പറ്റത്തില്ല മക്കളെ. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോകണം. ശ്രദ്ധിക്കുക, ഈ പത്രോസ് പ്രഖ്യാപിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിലല്ലാതെ മറ്റൊരു രക്ഷയില്ല. വീണ്ടും അപ്പസ്തോല പ്രവൃത്തി 16-ാം അധ്യായം അതിന് 30-31 വാക്യങ്ങൾ അപ്പസ്തോലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുക. അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് ചങ്ങലകൾ കൊട്ടി ദൈവത്തെ ആരാധിച്ച് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ രക്ഷപ്പെട്ടേക്കെന്ന് കരുതി. എന്നാൽ പൗലോസും സീലാസും രക്ഷപ്പെടുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. കാരാഗ്രഹത്തിന്റെ സംരക്ഷകനായ ആ വ്യക്തി തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പസ്തോലനായ പൗലോസും സീലാസും ഇങ്ങനെ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശ്രദ്ധിക്കണം, ഒറ്റ വാക്കുകൊണ്ട് പോലും ഇവിടെ മാതാവിനെ കുറിച്ച് ഒരു വാക്ക്, അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് ഒരു വാക്ക് നമ്മളവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. യേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും. എന്നാൽ ഈ അപ്പച്ചൻ പറഞ്ഞത് എന്തുവാ? ഈ അപ്പച്ചൻ പറഞ്ഞത് മാതാവിനെ സഹരക്ഷക എന്ന് ഏറ്റുപറയാതെ ഒരുവനും രക്ഷ പ്രാപിക്കത്തില്ല. അടുത്ത വാക്യം റോമാലേഖനം 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നിനക്ക് രക്ഷ പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക. പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആത്മാവ് നിന്നെ രക്ഷയിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യുക, എങ്ങനെ മാതാവിന് ഇനി പുതിയ പുതിയ സ്ഥാനങ്ങൾ കൊടുത്ത് ബഹുമാനിക്കാൻ കഴിയും, എങ്ങനെ മാതാവിനെ പുതിയ ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയും? സത്യത്തിൽ സ്വർഗത്തിലിരിക്കുന്ന മാതാവ് വിഷമിക്കുക, സങ്കടപ്പെടുക. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഈ വൃത്തികേട് കണ്ടിട്ട് കർത്താവിൻ്റെ അമ്മയായ മാതാവ് വിഷമിക്കുക.
ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് മാതാവ് സന്തോഷിക്കുന്നുണ്ടാകും. നിങ്ങൾ കൊടുക്കുന്നത് ബഹുമാനമോ അപമാനമോ എന്ന് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ചു. ഞാൻ ആ അപ്പച്ചനോട് ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, അപ്പച്ച അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം, മാതാവിനെ സഹരക്ഷകയായിട്ട് നമ്മൾ പറയാനുള്ള കാരണം? കുരിശ് മരിക്കുന്നോടം വരെയും അമ്മ, പിന്നെ സിനിമ പറഞ്ഞില്ലേ നിന്റെ ഹൃദയത്തിൽ ഒരു വാള് പ്രവേശിക്കുന്നു, ആ വാള് അങ്ങ് കുരിശേ വരെയും മാതാവ് ചുമന്നില്ലേ. പപ്പച്ചൻ പറഞ്ഞ മാതാവിന്റെ സഹനങ്ങൾ മോനൊന്ന് നോക്കൂ, അവന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും, പ്രവചനം കിടക്കുകയല്ലേ. അങ്ങനെ എത്രയെത്ര സഹനങ്ങളാണ് മാതാവ് തൻ്റെ ആ ഒരു ജീവിതത്തിൽ ഏറ്റെടുത്തത്. എത്രയെത്ര സഹനങ്ങൾ ഏറ്റെടുത്തു. എന്തൊക്കെയായിരുന്നു മാതാവിൻ്റെ സഹനങ്ങൾ? നമുക്കറിയാം, ഒരു കന്യകയായ ഒരു സ്ത്രീ, അവൾ ഗർഭസ്ഥയാകുന്നു. ഉണ്ടാകാവുന്ന എല്ലാ പേരുദോഷങ്ങളും മാറ്റപ്പെടേണ്ടതിന് ഔസേപ്പിതാവിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു, ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, ഔസേപ്പിതാവ് അവളെ സ്വീകരിക്കുന്നു. അങ്ങനെ അവൾക്കൊരു മാനമുണ്ടാക്കാതെ, ഒരു പ്രശ്നമുണ്ടാക്കാതെ കൃത്യമായി വിശുദ്ധ ബൈബിൾ പറയുകയാണ്, യേശു ക്രിസ്തു ഇവൻ യൗസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും മകളല്ലേ, മറിയത്തിൻ്റെയും മകളല്ലേ എന്ന തരത്തിലാണ് അക്കാലത്ത് അറിയപ്പെടുന്നത്. അതായത് മാതാവിന് അവിടെ അത്തരം പീഡകളൊന്നും ഉണ്ടായില്ല. ഇന്നും ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പോലെയുള്ള പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മാതാവിന് പുതിയ പുതിയ സ്ഥാനങ്ങൾ കൊടുക്കാൻ ഇപ്പുറത്ത് വേറെ തലത്തിൽ മാതാവിനെ അവഹേളിക്കുന്ന തരത്തിൽ പല കഥകളും നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്ത് ചമച്ചു കൂട്ടുക. മാതാവിനുണ്ടായ പീഡനങ്ങൾ, കഷ്ടതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ പിടിക്കുന്നത് മുതൽ യേശു ക്രിസ്തു പീഡാസഹനത്തിലേക്ക് പോകുന്നത് വരെയുള്ള, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ക്രൂശിന്റെ കീഴിൽ നിന്ന് അവൾ സഹിക്കുന്നതെല്ലാം, അതാണ് ശിമയോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന പ്രവചനം പൂർണ്ണമായി ആ മാതാവ് അത് കാണുകയും വേദനിക്കുകയും ചെയ്തു. ആ സഹനം വലിയ സഹനം തന്നെയാണ്. തീർച്ചയായിട്ടും മാതാവ് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ തന്നെയാണ്. ലൂക്കാ സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ കൊടുക്കുന്ന എല്ലാ ബഹുമാനവും സ്വർഗത്തിലിരിക്കുന്ന മാതാവിന് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. വിശുദ്ധ വേദപുസ്തകത്തില് മക്കബായരുടെ പുസ്തകം 2 മക്കബായർ അതിന്റെ 7-ാം അധ്യായം അമ്മയും 7 മക്കളും എന്നൊരു ടൈറ്റിലൂടെ നമ്മളൊരു വാക്യങ്ങൾ കുറച്ച് വായിച്ചു പോകുന്നുണ്ട്. കത്തോലിക്കിനെ സംബന്ധിച്ച് POC ബൈബിളിൽ മാത്രമേ ഈ 2 മക്കബായരുടെ പുസ്തകമുള്ളൂ. ഈ പുസ്തകം ഈ പറയുന്ന പെന്തക്കോസ്തിനെ സംബന്ധിച്ചോ ഈ പുസ്തകം അംഗീകരിക്കപ്പെടുന്നില്ല. അവർ സ്വീകരിക്കാത്തൊരു ബുക്കാണ്, അപ്പോക്രിഫൽ ബുക്കായിട്ട് അവർ തള്ളിക്കളയുന്ന ബുക്കാണ്. ഇതിന്റെ 7-ാം അധ്യായത്തില് അമ്മയും 7 മക്കളും, ഈ 7 മക്കളുടെ പീഡകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരുടെ നാവും കൈകാലുകളും ഛേദിച്ചും ശിരസിലെ ചർമ്മം ഉരിഞ്ഞും അവരെ വറചട്ടിയിലിട്ട് പൊരിച്ചും ഓരോ മക്കളെയും പീഡിപ്പിക്കുമ്പോഴും ആ അമ്മ ഏറ്റുവാങ്ങിയ വേദനകൾ എത്ര വലുതായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഒരാളല്ല, വിശ്വാസത്തിന് വേണ്ടി താൻ നൊന്തു പെറ്റ 7 മക്കൾ, അത് വെറുതെ മരണപ്പെടുകയല്ല, അവന്റെ ശിരസിലെ മുടി മുതൽ ചർമ്മം മുതൽ കൈകാലുകൾ വരെ ഛേദിക്കുന്ന തരത്തിൽ അത്രയധികം പീഡകളും കഷ്ടതകളും സഹിച്ചിട്ടും അവസാനം 7ാമത്തെ കുഞ്ഞ് മരണത്തിലേക്ക് എടുക്കുമ്പോഴും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് ഇതാ മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ത് നമുക്ക് തോന്നിയിട്ടില്ലേ ഈ മാതാവിന് വിശ്വാസത്തിന്റെ മാതാവായി നമുക്കൊന്ന് വാക്കാൻ? എത്ര ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് ഈ മാതാവിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 7 മക്കൾ വിശ്വാസത്തിന് വേണ്ടി ബലി കഴിച്ച ഈ 7 മക്കളെ ബലി കൊടുത്ത് വിശ്വാസം നിലനിർത്തിയ ഈ അമ്മ മാതാവിനെ എത്ര പേര് ബഹുമാനിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ സഹരക്ഷകയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇനി വേണ്ട, രക്ഷയിലെ സഹവിശ്വാസി, അങ്ങനെ ഒരു തല നമുക്ക് കൊടുക്കാൻ പറ്റും? വിശ്വാസത്തിന് വേണ്ടി 7 മക്കളെ ബലി കഴിച്ച്. അപ്പൊ സഹനമാണ് തലമെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മേഖല ഇപ്പുറത്ത് കിടക്കുക. അപ്പൊ മാതാവിന്റെ സഹനമാണോ ഇതിന്റെ കാരണം? യേശു ക്രിസ്തു ഇത് സ്വീകരിച്ചിരുന്നു? ഇങ്ങനൊരു കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു മഹിമയെക്കുറിച്ചോ യേശു അംഗീകരിച്ചിരുന്നു? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ഉം 28-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നീ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലത്ത് ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് മാതാവിന്റെ മഹത്വം വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുമ്പോൾ യേശു ക്രിസ്തു ഓക്കെ കൊള്ളാം, നീ രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിക്കുകയല്ല ചെയ്തത്. യേശു തിരിച്ചു പറഞ്ഞ മറുപടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. യേശു പറഞ്ഞു, അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. അതായത്
എൻ്റെ അമ്മയേക്കാൾ ഭാഗ്യമുള്ളവർ ആരാണ്? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. വളരെ ക്ലിയറായ മറുപടിയാണ്. യേശു ഒരിക്കലും ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി, ഒരു പാരമ്പര്യം, അതായത് മാതാവിൽ നിന്നാണ് ഞാനുള്ളത്, എൻ്റെ അമ്മയുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്, എൻ്റെ രക്ഷയുടെ പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത്, ഇങ്ങനെയുള്ള ഒരു വാദവും യേശു പറയുന്നില്ല. വീണ്ടും പൗലോസ്ലീഹയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പസ്തലനായ പൗലോസ് പല സ്ത്രീകളെ കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൽ അപ്പസ്തലനായ പൗലോസ് ഹാഗാറിനെ കുറിച്ചും സാറയെ കുറിച്ചും, ഈ രണ്ട് സ്ത്രീകൾ ഇത് രണ്ട് ഉടമ്പടികളാണെന്നും അങ്ങനെ ഇത് ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനമായി കൃത്യമായി അപ്പസ്തോലൻ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം, ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ രണ്ട് ഉടമ്പടികളാണ്. ഒരുവൾ സീനായി മലയിൽ നിന്നുള്ളവൾ, അവൾ ദാസവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു, അവളാണ് ഹാഗ. ഇങ്ങനെ ഇത്രയും അധികം എക്സ്പ്ലനേഷൻ ഈ കാര്യത്തെക്കുറിച്ച് എന്നും കൊടുത്തപ്പോഴും അപ്പസ്തലനായ പൗലോസിന്റെ ലേഖനത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ഉൽപ്പത്തിയിൽ പറയുന്ന സ്ത്രീയും യോഹന്നാനിൽ പറയുന്ന സ്ത്രീയും യേശു സ്ത്രീ എന്ന് വിളിച്ചതും ഇങ്ങനെയുള്ള ആലങ്കാരികമായ വ്യാഖ്യാനങ്ങളോ ഇന്ന് നമ്മൾ കാണുന്ന ഈ വ്യാഖ്യാന കസർത്തോ ഒന്നും അപ്പസ്തലനായ പൗലോസ് പറയുന്നില്ല, കാണിക്കുന്നില്ല. അപ്പം എൻ്റെ സംശയം ഇതാണ്, പൗലോസ് മാതാവിനെ സഹരക്ഷകയായി പ്രഖ്യാപിച്ചിട്ടില്ല, ഏറ്റു പറഞ്ഞിട്ടില്ല. അപ്പൊ പൗലോസ് ഇപ്പൊ എവിടെ? പൗലോസ് പറയുന്നു, ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, മരിച്ചു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് കരുതുന്നു എന്ന് അപ്പസ്തോലൻ വ്യക്തമായി തന്നെ ലേഖനത്തിൽ എഴുതിയിരിക്കുക. ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ഇന്നായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാരണം പല ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മുടെ യുവാക്കന്മാർക്ക് കഴിയുന്നില്ല, യുവതിമാർക്ക് കഴിയുന്നില്ല. ഇന്ന് ദിനം പ്രതി കണക്കുകൾ പരിശോധിച്ചാൽ അനേക കുഞ്ഞുങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് പോയി പോകുന്നു. വേണ്ട, ക്രിസ്ത്യൻ യുവാക്കൾ ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെടുന്നതിനെ കുറിച്ചും യുവതികൾ മതം മാറ്റുന്നതിനെ കുറിച്ചും ഒക്കെ പല വാർത്തകളും ന്യൂസുകളും വരുന്നു. പല അച്ഛന്മാരിരുന്ന് കരയുന്നു, പല അമ്മമാരിരുന്ന് കരയുന്നു. എന്തിന്? സഭാ നേതാക്കന്മാർ വരെ പരസ്യമായി ഇത് പറയാൻ തയ്യാറായിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ആത്യന്തികമായ കാരണം എന്താ? ഹോസ്റ്റലുകളിൽ ചെല്ലുമ്പോൾ, സ്കൂളുകളിൽ ചെല്ലുമ്പോൾ, കോളേജുകളിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ദൈവമാര്? മാതാവിന് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എന്ത്? ആരാണ് മാതാവ്? എങ്ങനെയാണ് എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കൂട്ടിവെക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണ്ട് മുഹമ്മദിന് പറ്റിയ അതേ തെറ്റ് ഇന്ന് കത്തോലിക്കിന് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. മുഹമ്മദ് തന്റെ പുസ്തകത്തില് സൂറ 5:116 ട്രിനിറ്റിയെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ട്രിനിറ്റി അത് ഇങ്ങനെയാണ്. അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയാമിന്റെ മകൻ ഈസ അള്ളാഹുവിന്റെ പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ അത്രേ പരിശുദ്ധൻ, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ പറയാതില്ലല്ലോ. അതായത് മുഹമ്മദ് ചിന്തിച്ച ട്രിനിറ്റി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവല്ല, പിതാവ്, പുത്രൻ, മറിയം ആണ്. കാരണം അത് വ്യക്തമായിട്ട് സൂറ 5:116 അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെന്നോ കിട്ടിയ ഒരു കൾട്ട് ഉപദേശം, ഒരു കൾട്ട് ചിന്താഗതി, അക്കാലത്ത് അറേബ്യൻ നാടുകളിൽ പരന്നിരുന്ന ഏതോ ഒരു കൾട്ട് ഉപദേശത്തിന്റെ ചിന്താഗതിയിൽ നിന്നും അദ്ദേഹം വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന സൂറ 5:116. അതിന്ന് നമ്മൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുക, ഓ ഇതാണ് കറക്റ്റ്, ഇതാണ് ക്ലിയർ. നമ്മൾ പറയണം, യേശുവിന്റെ അമ്മ മാതാവിന് ദൈവത്വത്തിന്റെ തുല്യത്തിലേക്ക് പോകാൻ പറ്റുമോ ഏതെങ്കിലും തലത്തിൽ? ഈ ലൂസിഫർ എന്ന് പറയുന്ന സാത്താൻ നേരത്തെ മാലാഖയായിരുന്നല്ലോ. ഈ കാണുന്ന മാലാഖ സ്വർഗത്തിലായിരുന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു ഈ മാലാഖ. പക്ഷേ അവൻ അഹങ്കാരത്താൽ പാപം ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കിയതിലൂടെ ആ വ്യക്തിയുമായിട്ട് ഈ സ്ത്രീയുമായിട്ട് എന്നേക്കുമായിട്ടുള്ള ശത്രുത ദൈവം ഉളവാക്കി. അതായത് സ്വർഗത്തിൽ ലൂസിഫർ എന്ന സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ എന്ന മാലാഖ സാത്താൻ ആകുന്നതിന് മുൻപ് സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയാണ് മാതാവ്. ആ മാതാവിനോടുള്ള ശത്രുത വരാനുള്ള കാരണം എന്താണ്? സാത്താനെ അവൻ ലൂസിഫറായ അഹങ്കാരം പ്രാപിച്ച് അവനെ പുറന്തള്ളി കഴിഞ്ഞപ്പോൾ സാത്താൻ എന്തുണ്ടായി? മാതാവിനോട് എപ്പോഴുമുള്ള ശത്രുത ഉണ്ടായി എന്നാണ് ഈ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് ലൂസിഫർ ഒരു സാത്താൻ ആകുന്നതിന് മുൻപ് ഒരു മാലാഖ ആയിരുന്നപ്പോഴേ മാതാവ് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പൊ മാതാവ് ആരാണ്? ദൈവമാണോ അതേ മനുഷ്യ സ്ത്രീയാണോ? അപ്പൊ ഇത് തന്നെയല്ലേ എംബർ റഹ്മാനോലും പഠിപ്പിക്കുന്നത്. എന്താ വ്യത്യാസം?
അപ്പൊ എംബറർ ഇമ്മാനുവലും കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഈ പറയുന്ന എംബറൽ കൾട്ട് ഉപദേശമാണെന്ന് പറയുന്നു? അത് പറയേണ്ടി വരും. ഞാൻ വിശദമായി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് വരെ കത്തോലിക്ക സഭയിലെ ഒരൊറ്റ പുരോഹിതൻ പോലും, ലക്ഷക്കണക്കിന് വിശ്വാസികൾ സഭയിൽ നിന്നും പുരോഹിതർ പോലും ഈ പറയുന്ന എംബറർ കൂടാരത്തിൽ ചെന്ന് ചേക്കേറിയിട്ടും അവരുടെ ഉപദേശം എന്തെന്ന് ഒരൊറ്റ വീഡിയോ പോയിട്ട് ഒരു പഠനം പോലും നടത്തിയിട്ടില്ല. അങ്ങനെ പഠനം നടത്താൻ പോയ ചില ലാറ്റിൻ പുരോഹിതര് ഇന്ന് എംബററിൽ അവരുടെ കുർബാന നടത്തുന്നുണ്ട്. അവിടെ ഈ കൂടാരത്തിന്റെ അകത്ത് കുർബാന നടത്തുന്ന 4-5 പുരോഹിതരുണ്ട്. കത്തോലിക്ക സഭയിൽ അഭിഷിക്തരായി എന്ന് പറയപ്പെടുന്ന ചിലർ എംബററിനെ തോപ്പിക്കാൻ പോയതാ തിയോളജി അനുസരിച്ച്. പക്ഷെ അവിടെ ചെന്നപ്പോ ഇവിടെ പറയുന്ന അതേ തിയോളജി തന്നെ അവരും പറയുന്നത്. അതായത് മാതാവ് കുറച്ചും കൂടി കൂടുതൽ ബഹുമാനം കൊടുക്കുന്നു. ഇവിടെ ഇന്റേണലായി ഇവർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അതേ കാര്യം തന്നെ എന്ത് ചെയ്യുന്നു? മാതാവ് ഇതാ സ്വർഗത്തിലിരിക്കുന്നേ. സൃഷ്ടിക്ക് മുൻപ്, മനുഷ്യൻ ആദത്തെ ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, താഴെ പാപം ചെയ്യുന്നതിന് മുൻപ്, ഈ പറയുന്ന സകല പാപങ്ങൾ ഉണ്ടാവും എല്ലാത്തിനും മുൻപ് മാതാവ് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. അപ്പൊ മാതാവ് ആരാ? മാതാവ് ദൈവത്തിന് തുല്യമായിട്ട് തന്നെ അവർ കരുതുന്നത്. അത് തന്നെയാണ് എംബറർ പറയുന്നത്. എംബറർ പഠിപ്പിക്കുന്നതും ഇന്ന് ഈ അച്ഛൻ പറയുന്ന തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അച്ഛൻ ഇന്നും കത്തോലിക്ക സഭയിൽ നിൽക്കുന്നു, എംബറർ കൾട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നു. ഇതാണ് വ്യത്യാസം, വേറൊരു വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ ഒരു അച്ഛൻ നേരിട്ട് വരട്ടെ എംബററിന്റെ ഉപദേശങ്ങൾ ശരിയല്ല എന്ന് പറയാനായിട്ട്, അവരുടെ ഉപദേശം എടുത്തു വെച്ച് പറയട്ടെ. പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് കത്തോലിക്ക സഭയിലെ പല ഉപദേശങ്ങളും ഈ പറയുന്ന എംബററിന്റെ ഉപദേശങ്ങൾ തന്നെയാണ്. അവരെടുത്തു വെക്കുന്നത് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണമാണ്, അവരെടുത്തു വെക്കുന്നത് മെജുഗോറിയിലെ പ്രത്യക്ഷീകരണമാണ്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് സഹരക്ഷ എന്ന് പ്രഖ്യാപിക്കേണ്ടതും, ഇങ്ങനെ രക്ഷയുടെ തുല്യ പദവി മാതാവിന് കൊടുക്കുകയും മാതാവ് സ്വർഗത്തിൽ നേരത്തെ ഉണ്ട് എന്ന് പറയുകയും ജ്ഞാനം എന്ന് പറയുന്നത് അവളാണെന്നും അവളെന്ന് എവിടെയൊക്കെ ബൈബിളിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം മാതാവാണെന്നും പറഞ്ഞുകൊണ്ട് എംബറർ പഠിപ്പിക്കുന്ന ഇതേ പഠനം തന്നെയല്ലേ ഈ അച്ഛൻ്റെ ഓഡിയോയിൽ നമ്മൾ കേട്ടത്. എന്താ വ്യത്യാസം? അപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞ ഓഡിയോ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈ അപ്പച്ചൻ പറയുന്നതും ഈ അച്ഛൻ പറയുന്നതും ഇതെല്ലാം ഒരേ പാതയിലാണ്. കത്തോലിക്ക സഭ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇത് തന്നെയല്ലേ ഈ അച്ഛൻ പറഞ്ഞത്? ഇത് തന്നെയല്ലേ ഇവിടെയുള്ള കുഞ്ഞാടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവരെ എങ്ങനെ രക്ഷപ്പെടുത്തും? അന്ന് സൂറ 5:116 മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം തന്നെയല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ട്രിനിറ്റി അതല്ല. അല്ല, ട്രിനിറ്റി കൃത്യമായിട്ട് നമുക്ക് ഡെഫിൻ ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി ഈ പറയുന്ന ഈ കോളേജുകളിലോ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലുകളിലോ ചെന്നിട്ട് എങ്ങനെ ഇവരെ നേരിടും? ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? ഉത്തരമില്ലാതെ ഉത്തരം മുട്ടിപ്പോകുമ്പോ ഏകദൈവ വിശ്വാസം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കല്ലിനെ ആരാധിക്കുന്നതിന്റെ പിന്നാലെ പോയി അതിന്റെ പിന്നാലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഓ ലവ് ജിഹാദ്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒറ്റ വിശ്വാസിയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നതല്ല ഈ ഒരു കാര്യമെന്ന് സ്വയം നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ അപ്പച്ചനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പച്ച, മാതാവിന് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ബഹുമാനവും കൊടുത്ത് അപ്പച്ചൻ പറയുന്ന പോലെ മാതാവ് സഹരക്ഷകയാണെന്ന് ഞാനിന്ന് ഒരു വാദത്തിന് വേണ്ടി എടുക്കുക. പഴയ നിയമ പ്രവചനങ്ങളുണ്ട് മാതാവിനെ കുറിച്ച്. എല്ലാ പ്രവചനങ്ങളിലേക്കും മാതാവ് കടന്നു വരികയായിരുന്നു. ഇതെല്ലാം ഞാൻ എടുത്തു, എല്ലാം സമ്മതിച്ചു. ഓക്കെ, ക്ലിയർ. നമ്മുടെ സ്നാപ യോഹന്നാനെ കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളില്ലേ? അവന് വേണ്ടി വഴി ഒരുക്കാൻ വരും, സക്കറിയ പ്രവചനത്തിലില്ലേ? കൃത്യമായ പ്രവചനങ്ങളുണ്ട്. ഏലിയായുടെ ആത്മാവോടുകൂടെ വരും. അപ്പൊ സ്നാപ യോഹന്നാൻ എന്ത് ചെയ്തു? യേശുവിനെ വഴിയൊരുക്കി. യേശുവിന്റെ അമ്മ മാതാവിന്റെ മുൻപിൽ ആരാണ് വന്ന്? ഗബ്രിയേൽ മാലാഖ വന്ന് ആ മംഗളവാർത്ത പറഞ്ഞു. സ്നാപ യോഹന്നാന്റെ അപ്പന്റെ അടുത്ത് വന്ന് ആ മംഗളവാർത്ത ആര് പറഞ്ഞു? അതേ ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. യേശുവിന് വഴിയൊരുക്കാൻ വന്നവൻ ആരാണ്? സ്നാപ യോഹന്നാനാണ്. അപ്പൊ നമ്മൾ പറയണ്ടേ, വഴിയൊരുക്കാൻ വന്ന സ്നാപ യോഹന്നാനും കൊടുക്കണം സഹരക്ഷകൻ പദവി, വേണ്ടേ? കാരണം എന്താ? ഈ പറയുന്ന പഴയ നിയമ പ്രവചനങ്ങളെല്ലാം സ്നാപ യോഹന്നാനിലും സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയും നടന്നിട്ടുണ്ട്. സ്നാപ യോഹന്നാൻ കഴുത്തറത്ത് കൊല്ലപ്പെടുകയായിരുന്നു. ഒരുപാട് സഹനങ്ങൾ ഈ പറയുന്ന വഴിയൊരുക്കാൻ വന്നതിനെ പ്രതി ഈ പ്രവാചകൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്നാപ യോഹന്നാൻ ഇന്നും പ്രവാചകൻ മാത്രമാണ്. ഒരു സഹരക്ഷകനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇനി വേണ്ട, നമുക്ക് അപ്പുറത്ത് മറ്റൊരാളെടുക്കാം. യൂദാസ് കറിയോത്ത. അപ്പൊ യൂദാസ് കറിയോത്തയെ നമ്മളൊന്ന് എടുത്തു നോക്കി. യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ, യേശുവിനെ ഒറ്റുകൊടുത്തവൻ, എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തവൻ. പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലെ സങ്കീർത്തനത്തിൽ കൃത്യമായി 2 പ്രവചനങ്ങൾ കിടക്കുക.
എൻ്റെ കൂടെ, എൻ്റെ പ്രാണസ്നേഹിതൻ, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവൻ എനിക്കെതിരെ കുതുകാൽ ഉയർത്തും. സങ്കീർത്തനം കൃത്യമായ പ്രവചനം കിടക്കുക. വീണ്ടും പറയുക, അവൻ്റെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റുവാങ്ങും, അവനും അവൻ്റെ തലമുറയും നശിച്ചു പോകും. പ്രവചനം കിടക്കുക, കൃത്യമായ പ്രവചനം കിടക്കുക. സക്കറിയ പ്രവചനത്തിലും പ്രവചനം കിടക്കുന്നുണ്ട്. ഇങ്ങനെ 30 വെള്ളിക്കാശിന് അവൻ എന്നെ ഏറ്റു കൊടുക്കും, ഞാൻ എടുത്ത വേലയ്ക്കുള്ള കൂലി എനിക്ക് തരുവിൻ, നിങ്ങൾ എനിക്ക് എണ്ണി തരുവിൻ. ഇങ്ങനെ 3 പ്രവചനങ്ങളും കൃത്യമായി ആ പ്രവചനങ്ങളിലേക്ക് ആര് പോകുക? യൂദാസ് കറിയോത്ത ചെന്ന് വരികയാണ്. യൂദാസ് തള്ളി പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യൂദാസ് ഒറ്റ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? യൂദാസ് ഒറ്റ കൊടുത്തില്ലെങ്കിൽ വേറൊരാളുടെ വന്നിരിക്കും. അപ്പൊ മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവം ഇല്ലാതെങ്കിൽ തമ്പുരാൻ എന്തെങ്കിലും ചെയ്യുവോ? മാതാവ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കിട്ടുമോ? മാതാവ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിച്ചില്ലെങ്കിൽ പുത്രൻ ജനിക്കില്ല അവിടെ. അപ്പൊ യൂദാസ് ഒറ്റ കൊടുത്തില്ലെങ്കിൽ മരണം, കുരിശുമരണം നടക്കില്ല. നേരത്തെ പറഞ്ഞ യൂദാസ് ഒറ്റ കൊടുത്തില്ലെങ്കിൽ അടുത്ത ആളില് പോകും. അടുത്ത ആളെ തീർച്ചയായിട്ടും ആരെങ്കിലും ക്രമീകരിക്കപ്പെടും. അതല്ല, ഈ പ്രവചനങ്ങൾ മുഴുവൻ യൂദാസിന്റെയും മാതാവിന്റെയും ഒക്കെ കിടക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, രണ്ടുപേരെയും കുറിച്ച് പ്രവചനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാതാവ് അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് അടുത്ത ആളിലേക്ക് പോകില്ലേ? മാതാവ് സ്വീകരിച്ചില്ലെങ്കിൽ അതുപോലെ ഒരാളെ ഒരുക്കിക്കൊണ്ട് വരണ്ടേ? അതിന് ദൈവത്തിന് കഴിയില്ല എന്നാണോ പറയുന്നത്? അല്ല, ദൈവത്തിന് കഴിയും, തീർച്ചയായിട്ടും കഴിയും. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ രക്ഷയുടെ ഇടയിൽ ഈ മാതാവിനെ തിരികെ കയറ്റണം? എന്തിനാ? ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഞാനതാ പറഞ്ഞ ദൈവിക പ്രവൃത്തിയുടെ രക്ഷയുടെ ഇടയിലേക്ക് നമ്മൾ എന്തിനാണ് ഈ ബഹുമാനിക്കപ്പെടേണ്ട മാതാവിനെ അനാവശ്യമായി തിരികെ കയറ്റി ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കുന്നത്? എന്തിനാ? അത് സഭ എല്ലാവരുടെയും തലയ്ക്കകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഊരി പോയാൽ സഭ ഇതിപ്പോഴും സമ്മതിച്ചിട്ടില്ല സഹരക്ഷകയാണെന്ന്. ബ്രദറാ പറഞ്ഞ സഹരക്ഷകയാണെന്ന് സഭ ഇപ്പോഴും അനുവദിച്ചിട്ടില്ലെന്ന്. സഭയുടെ പഠനങ്ങളിൽ മയോളജിക്കകത്ത് ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്, പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ടോ മാതാവ് സഹരക്ഷകയാണെന്ന്? സഹരക്ഷകയാണെന്ന് പ്രഖ്യാപിച്ചായിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ആളുകൾ പറയുന്നതാണോ സഭയുടെ പഠനം എന്ന് പറയുന്നത്? എന്റെ കയ്യിലുണ്ട്, പല പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിൽ ആർക്കും എന്തും എഴുതാലോ. അപ്പൊ ഞാനൊരു പുസ്തകം എഴുതുന്നു, ഞാൻ അങ്ങോട്ട് എഴുതി, ബ്രദർ എഴുതി, ഈ മറ്റേ ആലി സമ്മിച്ച് അവിടെ ഇരുന്ന് എഴുതുന്നു, പുള്ളിക്കാരത്തേക്ക് ഇതൊന്നും ആരും ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടത്തില്ല, രക്ഷ അവിടെ നടക്കത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ യൂദാസ് സഹരക്ഷകനല്ലേ? മാതാവിന് ഈ സഹരക്ഷകത്വം കൊടുക്കുമ്പോൾ യൂദാസിനും കൊടുക്കേണ്ട ഒരു സഹരക്ഷക പദവി. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും യൂദാസ് സഹരക്ഷകനല്ല എന്ന് പറയാൻ പറ്റും? ഇങ്ങനെ നമ്മൾ ഈ രക്ഷയുടെ പദവി വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് കൊടുക്കേണ്ടി വരും? ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും? നമുക്ക് തന്നെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരും. സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന് കൊടുക്കാൻ കഴിയുന്നതല്ല, ദൈവത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ദൈവം മറ്റാരിലും രക്ഷയില്ല, യേശു ക്രിസ്തുവിലെ രക്ഷയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഒരു രക്ഷ യേശുവിൽ അല്ലാതെ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മാതാവ് ഈ പറയുന്ന സഹരക്ഷകയാണെങ്കിൽ അവളിലൂടെ രക്ഷ പൂർണ്ണമാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ മാതാവിന്റെ ശരീരം അർപ്പിക്കപ്പെട്ട് മാതാവിന്റെ സഹനങ്ങളിലൂടെയാണ് രക്ഷ നൽകിയെങ്കിൽ അവളുടെ സഹനം പൂർണ്ണമാക്കി ആ മാതാവിനെ തന്നെ ക്രൂശിൽ തറച്ച് ആ രക്ഷ പൂർണ്ണമാക്കി കൂടായിരുന്നു. എന്തിനാ പിന്നെ വീണ്ടും ആ ഉദരത്തിൽ മറ്റൊരുവൻ വന്ന് പറക്കണമെന്ന് എന്ത് കാര്യമുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസ വ്യതിചലനത്തേക്ക് വഴിതെറ്റി വിടുകയാണ്. ഈ മാതാവ് സഹരക്ഷകയാണ് എന്ന് പറയുന്ന ഈ അപ്പച്ചൻ തന്നെ അവസാനം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഈ എംബററിലേക്ക് പോയ ആളുകൾ ഏത് വിഭാഗത്തിലുള്ളവരാണ് കൂടുതൽ? വളരെ വ്യക്തമായിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, അത് കത്തോലിക്കര് തന്നെയാണ്. അപ്പം നമ്മൾ ഈ മാതാവിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥാനത്തേക്ക് പുതിയ സ്ഥാനങ്ങൾ കൊടുത്ത് ബഹുമാനിച്ച് നമ്മൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേടിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വാസികളെ വഴിതെറ്റിച്ച് ഒരു കൾട്ട് പ്രസ്ഥാനമായ എംബററിന്റെ കുടക്കീഴിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് നമ്മുടെ ചർച്ചകളിൽ നോക്കിക്കുക, ഒരു കാലത്ത് മരിയോളജിയുടെ അല്ലെങ്കിൽ മാതാവിനോടുള്ള പ്രാർത്ഥനയുമായി നടന്ന മിക്ക സ്ത്രീകളും, കരിസ്മാറ്റിക് പ്രസ്ഥാനമായി നടന്ന പല അമ്മച്ചിമാരും ഇന്ന് ഞായറാഴ്ച ദിവസം മുരിയാട്ടോട്ട് ഓടുക. തൃശ്ശൂർക്കുള്ള ഓട്ടത്തിലായി അമ്മച്ചിമാരൊക്കെ. എത്ര ഇടവകളിൽ എത്ര കുഞ്ഞുങ്ങളാണെന്ന് പറയുമ്പോൾ ഈ ഓടുന്നവർ. അപ്പം നമ്മൾ നേടിയ ആദ്യത്തെ കാര്യം ഇതാണ്. 2, വിരൽത്തുമ്പിൽ ഈ ലോകം നിൽക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള, വളരെ വ്യക്തമായി ഈ ലോകത്തെക്കുറിച്ച് വീക്ഷണങ്ങളുള്ള പുതിയ തലമുറയുടെ മുൻപിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യ സ്ത്രീയെ അല്ലെങ്കിൽ മാതാവിനെ ദൈവമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ നല്ലത് ഏകദൈവ വിശ്വാസം എന്ന് സ്വയം അഭിമാനിക്കുന്ന തരത്തിൽ
പ്രചരിപ്പിക്കപ്പെടുന്ന CCCയിൽ പോലും അബ്രാഹാമിന്റെ വിശ്വാസമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ഇസ്ലാമാണ് ശരി എന്ന തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ വലിയ അപകടത്തിന്റെ കീഴിൽ, ആ വലിയ സാത്താനിക മതത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് കെട്ടാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് നേടിയത്. പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ പ്രതീകമായി അവന്റെ മകനെ തന്നെ, പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി രക്ഷ നൽകി കാൽവരിയിൽ ക്രൂശിതനായ യേശുവിന്റെ രക്തം നമുക്കൊന്നിനും ഉപകരിക്കത്തില്ല എന്ന തരത്തിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് മാതാവിനെ സഹരക്ഷകയാക്കണോ, മാതാവിനെ അമലോത്ഭവമാക്കണോ, ഇനി പുതിയ എന്തൊക്കെയാണ് സ്ഥാനം കൊടുക്കേണ്ടത് എന്നതിൻ്റെ വാദവുമായി നടന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന നേതാക്കന്മാരെ നിങ്ങളിതിന് മറുപടി പറയേണ്ടി വരും ഒരു ദിവസം. വീണ്ടും ഈ അച്ഛൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല, ഉൽപ്പത്തി 3:15 ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ സഹരക്ഷകയാണ്, ആ സ്ത്രീ മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചില വീഡിയോകൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.